ലേബർ കോസ്റ്റ് 100 കല്ല് ഒരു പണിക്കാരനും ഒരു മേസ്തരിയും വെക്കുമ്പോൾ ഇത് 130, 140 വരെ ഡെയിലി വെക്കാം. ഒരു ലോഡ് കല്ല് ഇറക്കിയതിൽ ഏകദേശം 14-15 പരം കല്ലുകൾ വേസ്റ്റേജ് ആയിപ്പോയി. ഒരു ലോഡ്. എന്റെ പേര് മുഹമ്മദ് അസ്ലം. ഇവിടെ മലപ്പുറം ജില്ലയിൽ ഒലിപ്പുറം പനയപ്പുറം ഭാഗത്താണ് താമസം. ഇപ്പം പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന വീടാണ്. 868 സ്ക്വയർ ഫീറ്റ്. പറമ്പാടന്റെ ബ്രിക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 8 ഇഞ്ച് അതേപോലെ 6 ഇഞ്ച്, ഇടക്കെട്ടിന് 6 ഇഞ്ചും ഉപയോഗിക്കുന്നുണ്ട്. ഈ പറമ്പാടന്റെ ബ്രിക്ക് ചൂസ് ചെയ്യാൻ തന്നെ കാരണം നിലവിൽ കല്ലിന്റെ ക്ഷാമം കുറവും, നമുക്ക് ലഭ്യത വളരെയധികം കുറവും, അതുപോലെ ക്വാളിറ്റി ഇപ്പം ഭയങ്കര കുറവാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പം പറമ്പാടൻ്റെത് ഞാൻ പല വീഡിയോസും അതുപോലെ തന്നെ പല സൈറ്റും കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറമ്പാടനെ ചൂസ് ചെയ്തത് തന്നെ. പിന്നെ മാത്രമല്ല, വലിയ ബ്രിക്ക് 16 ഇഞ്ച് നീളം വരുമ്പോൾ കല്ല് ഇപ്പോൾ 12 ഇഞ്ച് മാത്രമാണ് നീളം വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലേബർ കോസ്റ്റ് 100 കല്ല് ഒരു പണിക്കാരനും ഒരു മേസ്തരിയും വെക്കുമ്പോൾ ഇത് 130, 140 വരെ ഡെയിലി വെക്കാം. അപ്പൊ അങ്ങനെ ഒരു ലാഭം ഇതിലുണ്ട്. മാത്രമല്ല, ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ലോഡ് കല്ല് ഇറക്കിയതിൽ ഏകദേശം 14-15 പരം കല്ലുകൾ വേസ്റ്റേജ് ആയിപ്പോയി. ഒരു ലോഡ് കംപ്ലീറ്റ് ഇറക്കിയ വെച്ച കല്ലിൽ പെട്ടാണ്. അതേപോലെ തന്നെ അതിന്റെ ഭാഗത്തും വേറെ ലോഡ് വന്ന് കിടക്കുന്നുണ്ട് അടുത്ത സൈറ്റിലേക്ക്. അത് 13 ഇഞ്ച് നീളം വരുന്നുള്ളൂ കഷ്ടിച്ച്. ഇതേ റേറ്റും വരുന്നുണ്ട് നമ്മളെ 8 ഇഞ്ച് ബ്രിക്കിന്റെ. അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ തന്നെ കാരണം. പിന്നെ അതേപോലെ ഇനിയിപ്പം പടവ് കഴിഞ്ഞ് തേപ്പിലേക്ക് വരുമ്പം ലേബർ കോസ്റ്റ് കുറയ്ക്കാം. അതുപോലെ മറ്റുള്ള വകുപ്പുകൾ എല്ലാം നമുക്ക് കുറയ്ക്കാൻ കഴിയും.